അപ്പോൾ ഇന്ന് പെരുമ്പിലാവ് ചന്തയിൽ വന്നിട്ടുള്ള നല്ല നല്ല കൂറ്റന്മാർ, പെരുന്നാൾക്ക് പറ്റിയ HF ഓങ്കോളിൻ്റെ ഒക്കെ കൂറ്റന്മാരാണ് നിൽക്കുന്നത്. അടിപൊളി നല്ല രീതിക്ക് മീറ്റ് കയറിയ അടിപൊളി കാളകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നേരെ പോരെ. പെരുന്നാളിനൊക്കെ ഇനിയും കന്നാലികൾ കിട്ടാൻ ഉണ്ടെങ്കിൽ നേരെ പെരുമ്പിലാവ് ചന്തയിൽ പോരെ. ഹള്ളിക്കണ്ട അടിപൊളി കാളകൾ, അതുപോലെ ഇറച്ചിക്ക് കൊണ്ട ഇരുമകൾ ഒക്കെ ഉണ്ട്. ഇഷ്ടംമാതിരി വന്നിട്ടുണ്ടെന്ന്. ചന്ത നിറച്ചിന്ന് കന്നോളാണ്. നിന്ന് തിരിയാൻ സ്ഥലമില്ല, അത്ര പേരുത്ത് കന്നോളാണ് ഇന്ന് ചന്തയിൽ വന്നേക്കണേ. ഇതിനും വന്നുകൊണ്ടിരിക്കുകയാണ് കന്നോള്. ആർക്കെങ്കിലും കന്നുകൾ കിട്ടാനുണ്ടെങ്കിൽ നേരെ പോരെ. നല്ല ആദായ വിലയിൽ പെരുമ്പിലാവ് ചന്തയിൽ നിന്ന് കന്നുകൾ കിട്ടും. വലിയ വിലകളൊന്നുമല്ല, അത്യാവശ്യം നല്ല സാധനങ്ങൾ അത്യാവശ്യം നല്ലൊരു രീതിക്ക് വിലയ്ക്ക് കിട്ടും. ഇഷ്ടംമാതിരി പോത്തുകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പോൾ ഇന്ന് ഈ ചന്ത പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ എല്ലാ ചൊവ്വാഴ്ചയാണ്. കുന്നംകുളത്ത് നിന്ന് നേരെ ഒറ്റപ്പിലാവ് സെൻറ്റർ, അവിടെ നിന്ന് റൈറ്റ് കുറച്ച് ഉള്ളിൽ കയറിയിട്ടാണ് ചന്ത പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയാണ് അവിടെ ചന്ത ഉള്ളത്. അപ്പോൾ ഇഷ്ടംമാതിരി ഇത് കാണാം. നല്ല അടിപൊളി പോത്തുകൾ, നല്ല രീതിക്ക് നാടൻ പോത്തുകൾ നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുണ്ട്. അതുപോലെ പിന്നെ വളർത്താൻ പറ്റിയ വലിയ വലിയ ഫ്രെയിമുകളൊക്കെ ഉണ്ട് കേട്ടോ അന്ന് ചന്തയിൽ. വലിയ കുട്ടികൾ, ചെറിയ കുട്ടികൾ, ഒരു മീഡിയം റേഞ്ചുള്ള കുട്ടികളൊക്കെ ഉണ്ട്. 10-15 രൂപ തൊട്ട് മേലേക്കുള്ള കുട്ടികൾ, നല്ല അടിപൊളി കുട്ടികളുണ്ട്. നല്ല രീതിക്ക് ഇറച്ചി കയറ്റി പോത്തുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളി പോത്തുകൾ ഇഷ്ടം വരുന്ന ചന്തയിൽ വന്നിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ വരുന്നുണ്ട്. ഇതിൽ അറ്റത്ത് വരുന്ന പോത്തുംകുട്ടി നല്ലൊരു വളർത്താൻ പറ്റിയ ടൈപ്പ് കുട്ടിയാണ്. അറ്റത്ത് ബാക്കിലത്തെ കുട്ടി നല്ല, ഇനിയും നല്ല രീതിക്ക് ഒരു കൊല്ലം കൂടെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വലിയൊരു 1000-800 കിലോ ലൈവ് വെയിറ്റ് കയറുന്ന പോത്തുംകുട്ടികളാവും അത്. ഇതേ പോത്തുകൾ വന്നുകൊണ്ടിരിക്കാനുള്ള ചന്തയിൽ നല്ല അടിപൊളി കുട്ടികൾ. ചന്തയിൽ തന്നെ ഒരു 8 മാസം 10 മാസമൊക്കെ മുന്നേ, ഒരു കൊല്ലമൊക്കെ മുന്നേ മേടിച്ചുകൊണ്ടായ കുട്ടികൾ തന്നെയാണ് ഈ പാടത്തിറക്കിയിട്ട് ഒരു ചെറിയ കൈത്തീറ്റയും കൊടുത്ത് ഈ രീതിക്കാക്കി കൊണ്ടുവരണേ. ഇതൊരു വരവ് പോത്താണുണ്ടാ. ഹരിയാന, ആന്ധ്ര എന്നൊക്കെ വരുന്ന പോത്തുകളാണ് ഇതൊക്കെ. ഈ 2 കച്ചവടമാക്കി കൊണ്ടുപോവാണ്. കന്നോൾ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. അതനുസരിച്ച് കച്ചവടമായിട്ട് പോകുന്നുണ്ട് ചന്തയിൽ. കാരണം പെരുമ്പിലാവ് ചന്തയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം പോത്തുകൾ വരുന്ന ചന്ത പെരുമ്പിലാവ് ചന്തയാണ്. കാരണം അത്രയധികം പോത്തുകളുണ്ട് ചന്തയിൽ. എണ്ണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണിയെ തീരില്ല, അത്രയധികം നമുക്ക് കണ്ടാലും മതിയാവില്ല. അത്രയും നല്ല ക്വാളിറ്റിയുള്ള, നല്ല വെടുപ്പുള്ള, ഭംഗിയുള്ള പോത്തുകൾ ഇഷ്ടംമാതിരി ഉണ്ട് ചന്തയിൽ. അതുപോലെ തന്നെ കാളക്കുറ്റന്മാർ, നല്ല നല്ല ഇറച്ചി കയറിയ, നല്ല ഹൈറ്റും നീളവും നല്ല ഭംഗിയുള്ള അടിപൊളി കാളക്കുറ്റന്മാരുണ്ട് ചന്തയിൽ. ഇപ്പോൾ പോത്തുകുട്ടികളുണ്ടെന്ന്. പോത്തുകുട്ടികളൊക്കെ ഇപ്പോൾ വില കൂടുതലാണ് ശരിക്കും പറയണമെങ്കിൽ. ഇനിയും വില കൂടാനാണ് സാധ്യത. കാരണം പെരുന്നാൾ കഴിയുന്നതോടുകൂടി വിറ്റുപോയ കന്നുകൾക്കൊക്കെ വിറ്റ് പോകുമ്പോൾ അവർ കുട്ടികളെ മേടിക്കുന്ന ടൈമാണത്, പെരുന്നാൾ കഴിഞ്ഞിട്ടൊക്കെ. അപ്പോൾ പിന്നെ ചന്തയിൽ കുട്ടികൾ നല്ല വിലയായിരുന്നു. ഏത് നല്ലൊരു പോത്തുംകുട്ടി, ഫ്രെയിം അത്യാവശ്യം ഫ്രെയിമുള്ളൊരു കുട്ടിയാണത്. 28,500 കച്ചവടമായത്. അത് പോയി 35 രൂപ വിലയാണത് പറഞ്ഞത്. പക്ഷേ 35 വിലയൊന്നും നോക്കണ്ട. നമ്മുടെ ഒരു നമ്മൾ കണ്ടിട്ടുള്ള വിലയ്ക്ക് ബാർഗൈൻ ചെയ്ത് അതിന് കിട്ടുകയാണെങ്കിൽ മേടിക്കാൻ. അതെ, നല്ലൊരു പോത്ത്, നല്ലൊരു വലിയ പോത്താണ് അത്. നല്ല ചോപ്പ കയറൊക്കെയിട്ട് നല്ല ഭംഗിയാക്കി കൊണ്ടിട്ടുണ്ട് ചന്തയിൽ നല്ല ഈ സമയത്തൊക്കെ എല്ലാവരും നല്ല രീതിക്ക് നല്ല ഭംഗിയാക്കിയിട്ട് പരമാവധി ചോപ്പ കയറും നല്ല എണ്ണയൊക്കെ തേച്ച് നല്ല ഭംഗിയാക്കിയിട്ട് തന്നെ കൊണ്ടുവരിക. കാരണം നല്ല വെടുപ്പിൽ നിന്നാലാണ് വില കിട്ടുള്ളൂ, നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടുള്ളൂ. അതായത് ഒരു നാടൻ കന്നാണ്, വലിയ കുടച്ച കന്നാണ്. ഇതൊക്കെ കണ്ടം പൂട്ടാനൊക്കെ ഉപയോഗിക്കേണ്ടായിരുന്നു തോന്നുന്നു. ഉടച്ച കന്നാണത്. നല്ല രീതിക്ക് ഇറച്ചി കയറിയിട്ടുണ്ട് അതൊക്കെ. അടിപൊളി പോത്തുകൂട്ടന്മാർ കഴിയുന്നതിന് പിന്നാലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ചന്തയിൽ കയറണം, മേലേക്ക് ടോപ്പിൽ പോണ വഴിയിലൊന്നും നിൽക്കാൻ സമയമില്ല, സമ്മതിക്കില്ല. കാരണം അത്രയും പേരത്ത് കന്നുകൾ പിന്നാലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും തിരക്കാണ് ചന്തയിൽ. അപ്പോൾ പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുന്നത്, ഒരാഴ്ചയൊക്കെ കഷ്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെരുന്നാൾ അടുത്തുകൊണ്ടിരിക്കുന്നതാണ് ചന്തയിൽ കന്നുകൾ അത്രമാത്രം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചന്തയിൽ ആൾക്കാരും മേടിക്കാൻ ആൾക്കാരും ഇഷ്ടംമാരുണ്ട് ചന്തയിൽ. നമ്മൾ ചന്തയത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു മുന്നേ. അപ്പോൾ അതിൽ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടിയതുകൊണ്ട് നമ്മളൊരു 2 വീഡിയോ ആക്കി ചെയ്യുന്നതാണത്. പോത്തുകൾ ഇഷ്ടം. ഒരു ജാഫറാബാദി ക്രോസാണത്. കൊമ്പൊക്കെ താഴേക്ക് വീണ് കിടക്കുന്ന ടൈപ്പാണത്.
ഇവിടെ നല്ല വളർത്താൻ പറ്റിയ കുട്ടികളുണ്ട് കേട്ടോ. ഒരു 13 രൂപ 14 രൂപയൊക്കെ മേനി വില ചോദിക്കുന്ന കുട്ടിയാണ്. ചെറുതൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. പക്ഷേ വീട്ടുകളൊക്കെ മേടിച്ച് നോക്കി കഴിഞ്ഞാൽ 2 കൊല്ലമൊക്കെ നോക്കണം, അല്ലെങ്കിൽ നമ്മൾക്ക് വിചാരിച്ച വില കിട്ടില്ല. ഇത് 2 നാടൻ പോത്തുകൾ 22 രൂപ മേനി പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ പിള്ളേർ 19 രൂപ വരെ എത്തിയിട്ടുണ്ട്. നാടൻ പോത്ത് കുട്ടികളാണത്. ഈ ഭാഗത്തൊക്കെ വലിയ വലിയ ഫ്രെയിമുകൾ, ഇതൊക്കെ ചന്തയിലേക്ക് കയറി വരുന്ന വഴിയിൽ തന്നെയാണ്, ഏറ്റവും ടോപ്പിലല്ല. ഇഷ്ടംമാതിരി ഫ്രെയിമുകൾ നിൽക്കുന്നുണ്ട് കയറുന്ന വഴിയിൽ തന്നെ. ഈ ഭാഗത്ത് അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ നിൽക്കുന്നുണ്ട്. കൊമ്പും തലയും ഉടലും അടിപൊളി കുട്ടികൾ. 22 രൂപ 25 രൂപയൊക്കെ വില ചോദിക്കുന്ന കുട്ടികളാണത്. ഇതേവിടെ ഒരു ഹള്ളിക്കാരൻ്റെ ഒരു കാളക്കുട്ടി നിൽക്കുന്നുണ്ട്. അത് കാളപ്പൂട്ട് മത്സരങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന കാളയാണ്. 55 രൂപയാണ് ആൾ പറഞ്ഞത്. ഇപ്പം ഈ പെരുന്നാൾ ചന്തയിലൊന്നും ഇങ്ങനത്തെ കുട്ടികളൊന്നും അധികം കാണാറില്ല. 1-2 വരാറുള്ളൂ. കാരണം പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ചന്തകളിൽ ഇങ്ങനത്തെ കുട്ടികൾ ഇഷ്ടംമാതിരി കാണും. അപ്പോഴാണ് ആൾക്കാർ മേടിക്കാനുണ്ടാവുള്ളത്. ഇവിടെ നീലിരവിയുടെ എരുമക്കുട്ടി നിൽക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയാണ്. ഇവിടെ ഓങ്കോളിൻ്റെ കാളകൾ കയറുന്ന വഴിയിൽ ഇഷ്ടംമാതിരി ഓങ്കോളിൻ്റെ കാളകൾ 1 ലക്ഷം രൂപ മേലേക്കാണ് വീട്ടിൽ വില പറയുന്നത്. നല്ല രീതിയിൽ ഇറച്ചി കയറി ഫില്ലായിട്ടുള്ള നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ടൈപ്പ് കാളകളാണ്. നമ്മുടെ മറ്റേ ഹള്ളിക്കാരൻ്റെ കുട്ടി, ആൾക്കിത്തിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പൂട്ടണനൊക്കെ ഇങ്ങനത്തെ തന്നെ വേണം. നല്ല അടിപൊളി കുട്ടിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ചന്തയിൽ ഇഷ്ടംമാതിരി മൂരികൾ വന്നിട്ടുണ്ട് കേട്ടോ. പെരുന്നാൾക്ക് പറ്റിയ HFൻ്റെയും ജേഴ്സിയുടെയും അങ്ങനത്തെ ഗിറ് അങ്ങനത്തെയൊക്കെ ഇഷ്ടംമാതിരി കളകളൊന്ന് വന്നിട്ടുണ്ട്. ഇതേ വളർത്തു കുട്ടികൾ, നാടൻ കുട്ടികളാണത്. ഇതൊക്കെ വണ്ടിയൊക്കെ വലിക്കാനൊക്കെ ഉപയോഗിക്കേണ്ടായിരുന്ന ഉടച്ച മൂരികളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ ഓങ്കോളിൻ്റെ ഇഷ്ടംമാതിരി കാളകൾ വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് അണിയിച്ചൊരുക്കി നല്ല ഭംഗിയിലാക്കിക്കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ഭംഗിയിൽ നിന്നാലാണ് ആൾക്കാർ കണ്ട് വില പറഞ്ഞ് മേടിക്കുള്ളൂ. നല്ല വൃത്തിയിലും വെടുപ്പിലും നിർത്തണം കന്നോളെ. ഇഷ്ടംമാതിരി പശുക്കളുണ്ട്, വണ്ടി വലിക്കാനൊക്കെ ഉള്ള കാളകൾ, ഇറച്ചിക്ക് പോണ പശുക്കൾ, എരുമകൾ ഇഷ്ടംമാതിരി ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. ഇതേ ഒരു വെച്ചൂരിൻ്റെ ഒരു കാളേനെയാണ് കൊണ്ടുപോയത്. പോത്തുകളൊക്കെ ഇഷ്ടംമാതിരി ഇന്ന് ചന്തയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല നല്ലതേ പാടത്തൊക്കെ ഇട്ട് വളർത്തി നല്ല നാടൻ പോത്ത് കുട്ടികൾ, നല്ല രീതിക്ക് ഇറച്ചി കയറിയിട്ടുള്ള പോത്ത്. ഇതൊരു ഹള്ളിക്കാരൻ്റെ ഒരു കാളയാണ്, വെള്ളക്കാളയാണ്. ഇത് ഉടച്ചിട്ടൊന്നും വണ്ടിക്ക് വലിക്കാനൊന്നുമല്ല, അത് ക്രോസിങ്ങിനൊക്കെ നിർത്തിൻ്റെ ടൈപ്പ് കാളയാണ്. ഇതിപ്പോൾ പെരുന്നാളായപ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല അടിപൊളി കാള. 90 രൂപയാണ് അതിന് വില പറഞ്ഞത്. 90 പറഞ്ഞ് നിൽക്കണു. 1-1.25 പറഞ്ഞ് ലാസ്റ്റ് 90 എത്തി നിൽക്കണത്. ഇതൊരു കാങ്കറേജ് ക്രോസ് ആണെന്നുകൊണ്ട് ഒരു മുരി. ഒക്കെ ഹള്ളിക്കറിൻ്റെ ഹള്ളിക്കർ ഇനത്തിൽപ്പെട്ട കാളകളാണ് നിൽക്കുന്നത്. ഫുള്ള് വണ്ടി കാളകൾ. ഇഷ്ടംമാതിരി കന്നുകൾ ഇന്ന് ചന്തയിൽ വന്നിട്ടുണ്ട്. ഇഷ്ടംമാതിരി കാളകൾ, നല്ല നല്ല അടിപൊളി. ഇതേ ഹള്ളിക്കറിൻ്റെ പല വെറൈറ്റി കളർ, 3-4 വെറൈറ്റി കളറിന് ഒരുമിച്ച് കെട്ടിയിട്ടുണ്ട്. കന്നോൾ ഇനിയും വന്നുകൊണ്ടിരിക്കണുള്ളൂ, നേരം വെളുത്ത് വരണുള്ളൂ. അപ്പോൾ ഇഷ്ടംമാതിരി കന്നോൾ ഇനിയും വരും. ചന്തയിൽ മഴയൊക്കെ പെയ്ത് ഇത്തിരി ചെളിപിളിയായിട്ട് കിടക്കുന്നുണ്ട്, അത് നോക്കണ്ട. ചന്തയിൽ ഇത് വേണ്ട അടിപൊളി മറ്റേ ഷെഡിലൊക്കെ നിന്ന് വെയിൽ കൊള്ളാതെ വളർത്തിയ 2 പോത്തുകളാണ്. നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുണ്ട് കേട്ടോ. അത് വെളുത്തിരിക്കുന്നത് വെയിൽ കൊള്ളാത്തതിൻ്റെ ഒരു ഇതാണ്. അടിപൊളി നല്ല പോത്ത് കുട്ടികളൊക്കെ ഉണ്ടെന്ന്, വളർത്താൻ പറ്റിയ കുട്ടിയാണ് അതൊക്കെ രണ്ടും. നല്ല നല്ല ഓങ്കോളിൻ്റെ കാളകൾ. ചന്തയിൽ ഇഷ്ടംമാതിരി കന്നാണ് ഇന്ന്.
മേടിക്കാൻ ആൾക്കാരുണ്ട് ഇഷ്ടംമാതിരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ചന്തയുടെ വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ പോത്തുകുട്ടന്മാരുടെ വീഡിയോ ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. അത് എടുക്കാൻ സമയം കിട്ടാത്ത കൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇനി വരും വീഡിയോയിലൊക്കെ അവരുടെ പോത്തുകുട്ടൻ്റെ എരുമേരെയും അവരുടെ രണ്ടാളുടെ വിശേഷങ്ങളും കാര്യങ്ങളും അവർക്ക് കൊടുക്കണം തീറ്റേനെ കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ചന്തയ്ക്ക് നല്ല നല്ല ഇറച്ചിക്കുള്ള എരുമകളും കാളകളൊക്കെ ഇനിയും വരണുള്ളൂ. നല്ല പോത്തുകൂട്ടന്മാരൊക്കെ വരുന്നുണ്ട്. അവിടെ ഒരു പോത്തുകൂട്ടം വന്നിട്ടുണ്ട്. നല്ല ഉടച്ച പോത്താണ്. അത് തമിഴ്നാട്ടിലൊക്കെ വണ്ടി വലിക്കാനൊക്കെ ഉപയോഗിക്കണ തമിഴ്നാട് അങ്ങനെ പുറത്തൊക്കെ ഇത് വരി ഉടച്ചാണ്. നല്ല രീതിക്ക് മീറ്റ് കയറിയിട്ടുണ്ട്. ഒരു 5.5-6 അടി ആയിട്ട് ഉയരമുണ്ട്. നല്ല ഫ്രെയിമുള്ള വലിയൊരു പോത്താണ്. നല്ല ഇറച്ചി കയറിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.